പോകുന്ന പോക്ക് കണ്ട കൊല്ലത്തേക്കാണ് കേട്ടോ. ടൂ വീലറിലൊന്നും കൊല്ലത്തേക്ക് പോകാനായിട്ടില്ല. ഞാൻ റെയിൽവേയിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 8:15 എൻ്റെ ട്രെയിൻ. തലേദിവസം രാത്രി ഇതാ പൂരം കാവടിയൊക്കെ കണ്ട് 2 മണി വരെ ഉറങ്ങാതിരുന്നത്. നല്ല ഉറക്കക്ഷീണത്തിലായിരുന്നു യാത്ര. അങ്ങനെ രാവിലെ 8:15 ഞാൻ ട്രെയിൻ കയറി. ട്രെയിനിൽ കയറി ഉറങ്ങാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, അതിനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്തോ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കറക്റ്റ് 11:50 ഞാൻ എന്താ കൊല്ലം നമ്മുടെ കായംകുളത്ത് ഇറങ്ങി. പക്ഷെ എന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അമ്മൂട്ടൻ ഒരു അരമണിക്കൂറോളം എന്നെ അവിടെ പോസ്റ്റാക്കി ഇട്ടു. അപ്പം അങ്ങനെ അവളെയും പ്രാവി ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എത്തി. പാവം പ്രോഗ്രാമിന് എന്തോ ഡ്രസ്സ് ഏറ്റതൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. നല്ല ടെൻഷനിലായിരുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഒരുമിച്ച് ഡ്രസ്സൊക്കെ എടുത്തു. ഇത് അവിടുത്തെ വൈകുന്നേരം ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ ഈ ആന ഉത്സവം, ചെണ്ടമേളം, പൂരമൊക്കെ കണ്ടിട്ട് ഇതെനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമായിരുന്നു. ഇതിന് എന്തോ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇപ്പോൾ പറയാനായിട്ട്. ഇതാ ഫൈനൽ റിഹേഴ്സലായിരുന്നു. എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം അവിടെ ചെന്നപ്പോട്ട് എനിക്ക് നല്ല പനി പിടിച്ചു. അതായത് പ്രോഗ്രാം ഡേ ആയി, അതുകൊണ്ട് 2 ദിവസം കാര്യങ്ങളൊക്കെ വീഡിയോയിൽ മിസ്സിങ് ആണ്. പ്രോഗ്രാം ഡേ ആയി, ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രോഗ്രാം. അങ്ങനെ അതാ എങ്ങനെയോ ആ പ്രോഗ്രാമൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. അന്ന് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് അതിൻ്റെയും പിറ്റേന്ന് രാവിലെ ഞാൻ തങ്കൂരിയും കൂട്ടി മണ്ണാർശാലയ്ക്ക് പോകുന്ന പോക്കാണ് കേട്ടോ. അമ്മൂട്ടനെ കൊണ്ടുപോകാൻ പറ്റിയില്ല, അവൾക്ക് പനി പിടിച്ച് കിടക്കായിരുന്നു. ഞാൻ കൊടുത്ത പനി തന്നെയാണ്. അങ്ങനെ അതാ ഞങ്ങൾ മണ്ണാർശാലയിലെത്തി കൈയും കാലൊക്കെ കഴുകി അമ്പലത്തിലോട്ട് കയറി. ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴല്ലോ നമുക്ക് ശരിക്കും പേടിയും ഒരു ഭക്തിയും ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല. കാരണം പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത് വീഡിയോയുടെ കാര്യം ആരാലൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വേറെ വഴി കൂടിയൊക്കെ നടക്കുമ്പോൾ ഞാൻ എന്താ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ധൈര്യമൊക്കെ ആയി. അങ്ങനെ തങ്കു തങ്കു എന്ന് പറയുന്നത് നമ്മുടെ അമ്മൂട്ടൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. തങ്കുന്ന് അവൾ വിളിക്കുന്നു. അപ്പോൾ ഞാനും വിളിച്ചു. പിന്നെ അതൊന്ന് മാറ്റി വിളിക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ തങ്കുവിൻ്റെ ചെറുപ്പത്തിലെ മണ്ണാർശാലയിലെ കുറേ അനുഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അതിവിടെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഒരു കുളത്തിൻ്റെ അടുത്തെത്തി. അവിടെ ആമയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തങ്കുവിനോട് പറഞ്ഞു തൊട്ടടുത്തൊരു മുരുകൻ്റെ അമ്പലമുണ്ട്, അവിടെയും കൂടെ കയറാമെന്ന്. അങ്ങനെ ഞങ്ങളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല അമ്പലമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കൂട്ടിലേ ഒരു മയിലും ഒരു കാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് തങ്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഈശ്വര, വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. വ്ളോഗ് എടുത്ത് വലിയ ശീലമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ഞാനിങ്ങനെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് മസാല ദോശ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി കയറി റെസ്റ്റോറൻറ്റിൽ ഇതൊക്കെയുള്ളൂ ഗൈസ്. നമ്മുടെ തൃശ്ശൂരത്തെ പോലെയല്ല, കൊല്ലത്ത് ഇങ്ങനത്തെ ഫുഡൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, കൊല്ലംകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കുന്നത്. അങ്ങനെ വീടെത്തിയപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നു തങ്കു എനിക്ക്, ചിക്കൻ ഫ്രൈ ഒക്കെ. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ കൊല്ലം യാത്ര. ടാറ്റാ ബൈ ബൈ, സീ യു.